ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഫ്രണ്ട്ഷിപ്പ്. ഒരു ഹോട്ട് ടോപ്പിക്കാണല്ലേ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയാം. ഫ്രണ്ട്ഷിപ്പ് പലർക്കും പല രീതിയിലാണ് ഉള്ളത്. നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സ് നമ്മുടെ റിയൽ ഫ്രണ്ട്സ് ആണോ ഫേക്ക് ഫ്രണ്ട്സ് ആണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം, അതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. ഒരു ഫ്രണ്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല പല കാലഘട്ടങ്ങളിലും പല രീതിയിലും അവരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നാൽ ചില ഫ്രണ്ട്സ് നമ്മളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷത്തിലായിരിക്കും, പക്ഷെ ഉള്ളിൽ അവരത്ര സന്തോഷത്തിലല്ല. അങ്ങനെയുള്ള ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടോ? എങ്കിൽ അവർ റിയൽ ഫ്രണ്ട്സ് അല്ല. എന്തൊക്കെ മാനദണ്ഡങ്ങളിലൂടെയാണ് ഈ ഫ്രണ്ട്സിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് നോക്കാം. അതൊരിക്കലും ഒരു അപ്പിയറൻസോ അവരാരാണെന്നോ ഇതോ അല്ലെങ്കിൽ അവരുടെ പദവി എന്താണെന്നോ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നോ ഇതൊന്നും വെച്ചിട്ടല്ല. ഫ്രണ്ട്ഷിപ്പ് ശരിക്കും പറഞ്ഞാൽ അളക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് ഇവർ നല്ലതാണോ ചീത്തയാണോ, നല്ലത് ചീത്ത എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇവർ നമുക്ക് സെറ്റാകുമോ എന്നുള്ളതാണ് നോക്കുക. നല്ലത് ചീത്ത എന്ന് പറയുന്നത് അതിനോട് ഞാൻ യോജിക്കാത്തൊരു കാര്യമാണ്. എനിക്ക് നല്ലത് ബാക്കി ഒരാൾക്ക് നല്ലതായിരിക്കില്ലല്ലോ അല്ലേ? അപ്പം മറ്റൊരാൾക്ക് നല്ലതെന്ന് പറയണത് എനിക്ക് നല്ലതാവണമെന്നില്ല. അപ്പം നല്ലത് ചീത്തയെന്ന് പറയണില്ല. പകരം അവർ നമുക്ക് സെറ്റാകുമോ എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, അല്ലെങ്കിൽ അവർ റിയൽ ഫ്രണ്ട്സ് ആണോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം എന്ന് നോക്കാം. അതിനൊക്കെ മുന്നേ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു പണ്ട്. ഓരോ കാലഘട്ടത്തിലും എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. 10 to +2 വരെ എനിക്ക് എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് എന്ന് പറയുന്നത് ലിൻസി എന്ന് പറയുന്ന ഒരു കുട്ടിയായിരുന്നു. ഇപ്പോഴും അവരുമായിട്ട് ടച്ച് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, ടച്ചില്ല. പക്ഷെ നമുക്കറിയാം അങ്ങനെ ഒരു ആളുണ്ട്. അങ്ങനെ നമ്മൾ കോണ്ടാക്ട് ചെയ്യാനൊന്നും പിന്നെ ശ്രമിച്ചിട്ടില്ല. പോയി കഴിഞ്ഞ് അങ്ങനെ നമ്മളെല്ലാം രണ്ട് വഴിക്കായി കഴിഞ്ഞപ്പോൾ അതെല്ലാം അങ്ങ് വിട്ടുപോയി. പിന്നെ കുറേ കാലം നേഴ്സിംഗ് പീരീഡിൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ അവരൊന്നും റിയൽ ഫ്രണ്ട്സ് അല്ല എന്നുള്ളത് എനിക്ക് പിന്നീട് മനസ്സിലാക്കി. അതിൽ കുറച്ച് ആൾക്കാരൊക്കെ റിയൽ ആയിരുന്നു. അന്ന് നമ്മൾ അധികം നമ്മുടെ അടുത്ത് ഒരുപാട് സംസാരിക്കുകയോ ഒരുപാട് നമ്മുടെ അടുത്ത് സ്നേഹത്തോടെ സംസാരിക്കുകയോ ഒന്നും ചെയ്യാതിരുന്ന ആൾക്കാർ റിയൽ ആണെന്നും നമ്മളുടെ അടുത്ത് ഒരുപാട് അറ്റാച്ച്മെൻറ്റ് കാണിച്ചവരൊക്കെ റിയൽ അല്ലായിരുന്നു എന്നും എനിക്ക് എൻ്റെ ലൈഫിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. പിന്നീട് എനിക്ക് ഇങ്ങനെ ഇങ്ങോട്ട് വന്ന സമയത്ത് വേറെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. വർക്കിംഗ് ടൈമിൽ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ എല്ലാവരുടെയും ബർത്ത്ഡേ ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അങ്ങോട്ട് വിഷ് ചെയ്യും, നൈറ്റൊക്കെ ഇരുന്ന് വിഷ് ചെയ്യുന്ന ആളാണ്. അത്രയ്ക്ക് ഞാൻ അതിനൊക്കെ ഇമ്പോർട്ടൻസ് ആ സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരുപാടെന്ന് വെച്ചാൽ ഒരിക്കലും പിരിയില്ല, ഒരിക്കലും നമ്മൾ വിട്ടുപോയില്ല എന്ന് പറഞ്ഞ അത്രയ്ക്ക് ഫ്രണ്ട്ഷിപ്പ് ഉള്ള ഫ്രണ്ട്സ് വരെ എനിക്കുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഞാൻ ഒന്ന് സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ചില ബുദ്ധിമുട്ടുകളിൽ കൂടെ ലൈഫിൽ ഗോ ത്രൂ ചെയ്ത സമയത്ത് ഇവരാരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇവരാരും ഒന്ന് എന്നെ വിളിച്ചന്വേഷിക്കുക പോലും ചെയ്തിട്ടില്ല. എനിക്ക് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ എന്നൊന്നും എന്നോട് അന്വേഷിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് പിന്നെ മനസ്സിലായി ഇവരാരും ആയിരുന്നില്ല. അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പല ആൾക്കാരും പിന്നീട് മാറിപ്പോയി. പിന്നെ വേറെ പലരുമായി ഫ്രണ്ട്സ്. അവരും ഇപ്പം എൻ്റെ കൂടെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ കുറച്ച്. അതിൽ ഒരു ഫ്രണ്ട് എനിക്ക് എടുത്തു പറയാൻ പറ്റണ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ചിന്നു എന്ന് പറയുന്ന ഒരു ഫ്രണ്ടാണ്. ചിന്നു, വിഷ്ണു, അവരെന്നെ അന്വേഷിച്ച്, എന്നെ കാണാതെ ഇരുന്ന സമയത്ത് എന്നെ അന്വേഷിച്ച് ഞാൻ നിന്ന സ്ഥലങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് ഞാൻ വർക്ക് ചെയ്ത സമയത്ത് ട്രിവാൻഡ്രത്ത് വന്നു. ഞാൻ പുനലൂർ വർക്ക് ചെയ്ത സമയത്ത് പുനലൂർ വന്നു. എന്നെ കാണാതെ എവിടെയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഫ്രണ്ട്സ് നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിലേക്ക് മനസ്സിലായത് അവരാണ് റിയൽ ഫ്രണ്ട്സ് എന്നെനിക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട്. കാര്യം നമുക്ക് എന്നെ കാണാതിരുന്നപ്പോൾ അവർ അന്വേഷിച്ച് വന്നിട്ടുണ്ട്. വേറെ പല ആൾക്കാരും പോട്ടെ എന്ന് വിചാരിച്ചു. അന്വേഷിച്ച് വന്ന പല ആൾക്കാരും പിന്നെ വന്ന് ആരാണ് എന്താണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ട് ബ്ലോക്ക് ചെയ്ത് പോയവരും ഉണ്ട്. അങ്ങനെ പല ആൾക്കാരെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുള്ളത് കൊണ്ട് ഫ്രണ്ട്ഷിപ്പ് ഇപ്പോൾ കറൻ്റ്ലി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. എനിക്കെല്ലാം തുറന്നു പറയാനും നമുക്ക് മനസ്സിലാകും എന്താണ് എങ്ങനെയാണ് ആൾക്കാരെന്നൊക്കെ ഉള്ളതെല്ലാം മനസ്സിലാകാൻ പറ്റും. ദാറ്റ്സ് അബൌട്ട് മൈ ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറി. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറി എങ്ങനെയുണ്ടെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, എന്നാലും എല്ലാവരും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ ഓരോ കാലഘട്ടങ്ങളിൽ അല്ലേ. നമുക്ക് ഓരോ എപ്പോഴും അവർ തന്നെ ഉണ്ടാവണമെന്ന് എനിക്കിഷ്ടമാണ്. അങ്ങനെ അവർ തന്നെ ഉണ്ടാവണം എൻ്റെ ലൈഫിൽ. ഞാൻ ആഗ്രഹിച്ച കാര്യം എന്തെന്ന് പറയണത്, അവർ നമ്മളെപ്പോഴും കോൾ ചെയ്യണമെന്നില്ല, നമ്മളെപ്പോഴും അവരുടെ അടുത്ത് സംസാരിക്കണമെന്നില്ല. പക്ഷേ നമുക്കൊരു പ്രോബ്ലം വരുമ്പോൾ നമുക്കൊരു കോൾ വിളിക്കാൻ പറ്റണം. അവർ നമ്മുടെ കൂടെ ഉണ്ടാകും എന്നൊരു തോന്നൽ, അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ കൂടെ ഉണ്ടാകും എന്നൊരു തോന്നൽ, അതാണ് ഫ്രണ്ട്ഷിപ്പ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എപ്പോഴും അവരെ വിളിച്ച് എന്നും സംസാരിച്ച് എന്നും ഇതാക്കി അതിനോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ നമുക്കൊരു പ്രോബ്ലം വരുമ്പോൾ ആ പേഴ്സൺ അവിടെ ഉണ്ടാകും എന്നുള്ളത് നമ്മുടെ ഒരു വിശ്വാസമല്ലേ. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് നമ്മുടെ ലൈഫിൽ കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ
നിങ്ങൾ ലക്കിയാണെന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളത് നോക്കാം. ആക്ച്വലി ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഒരു സമയം കൊണ്ടല്ല ആക്ച്വലി അത് നിലനിൽക്കുന്നത്, നമ്മുടെ എനർജി എക്സ്ചേഞ്ച് കൊണ്ടാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഫസ്റ്റ് പോയിന്റ്. നിങ്ങൾ അവരോട് സംസാരിച്ച് കഴിയുമ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങളുടെ ആ ഒരു എനർജി എങ്ങനെയുണ്ട്, നിങ്ങൾ ഡൗൺ ആയി പോവുകയാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങൾ ആക്റ്റീവ് ആവുകയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളാണോ? മോട്ടിവേറ്റ് മീൻസ് എല്ലാ കാര്യങ്ങളും നീ എല്ലാം ചെയ്യുന്നത് ശരിയാണെന്ന് പറയുന്നവരല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയി നിൽക്കുന്ന സമയത്ത് അവരുടെ ഒരു കോൾ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രസൻസ് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. ചിലപ്പോൾ നമുക്കിപ്പോൾ നമുക്ക് വിഷമിക്കുന്ന സമയമാവാം, അവർ വിഷമിക്കുന്ന സമയമാവാം, എന്തായാലും ആ ഒരു എനർജി എക്സ്ചേഞ്ച് എങ്ങനെയാണ്, അവരോട് സംസാരിച്ച് കഴിയുമ്പോൾ ആ വൈബ് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ തന്നെ അറിയാം ഇത് നമുക്ക് സെറ്റാകുന്ന ആളാണോ അല്ലയോ എന്നുള്ളത്. അതായത് നിങ്ങൾ അവരുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇമോഷണലി ഡൗൺ ആയി പോവുകയാണെങ്കിൽ അത് നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ഇത് റിലേഷൻഷിപ്പിൽ മാത്രമല്ല, ഫ്രണ്ട്ഷിപ്പിലും ഉണ്ട് ഇത്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ടോക്സിക് ഫ്രണ്ട്ഷിപ്പും ഒക്കെ ഉണ്ട് നമുക്ക് ഈ ലൈഫിൽ. പല ആൾക്കാരും നമുക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു വൈബ് മനസ്സിലാക്കുക. നമ്മളതിൽ കോംപ്രമൈസ് ചെയ്യുകയാണോ ചെയ്യുന്നത്, നമ്മൾ കൂടുതൽ അതിനകത്ത് വിഷമിക്കുകയാണോ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് റെസിപ്രോസിറ്റി റൂൾ. അതായത് ഒരാൾ മാത്രം കെയർ കൊടുക്കുന്നു, ഒരാൾ മാത്രം അവരുടെ ടൈം കൊടുക്കുന്നു, ഒരാൾ മാത്രം എല്ലാം കൊടുക്കുന്നു, പക്ഷെ നിങ്ങൾക്കൊന്നും തിരിച്ചു കിട്ടുന്നില്ല. അവിടെ കാര്യങ്ങൾ കിടപ്പ് ശരിയല്ല നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അത് തന്നെ നിങ്ങളുടെ ടൈം നിങ്ങൾ വാല്യൂ ചെയ്യുന്നില്ല അവരെങ്കിൽ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് വേണ്ട. കട്ട് ഡൗൺ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ചെറിയൊരു ഡിസ്റ്റൻസ് ആവാം. നമ്മൾ മാത്രമല്ല ഗീവർ, നമ്മളും അർഹിക്കുന്നില്ലേ, നമ്മളും ഡിസേർവ്ഡ് അല്ലേ അവിടെ നിന്ന് ഇങ്ങോട്ടും കിട്ടുക എന്നുള്ളത്. ഫ്രണ്ട്ഷിപ്പിലായാലും റിലേഷൻഷിപ്പിലായാലും എല്ലാം. അപ്പം അങ്ങോട്ട് കൊടുത്തു എപ്പോഴും നമ്മുടെ ടൈം ആവട്ടെ, നമ്മൾ അവരൊരു കാര്യം ചോദിച്ചാൽ നമ്മൾ എല്ലാം പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ടൈം എല്ലാം നമ്മൾ അവരുടെ വിഷമങ്ങൾ മൊത്തം നമ്മൾ കേൾക്കണം. നമുക്കൊരു വിഷമം വരുമ്പോൾ വിളിച്ചാൽ അവർ ഫോൺ പോലും എടുക്കൂല. അങ്ങനെയുള്ള ആൾക്കാരില്ലേ, അവരെ സൂക്ഷിക്കുക. അതേപോലെ ഫ്രണ്ട്ഷിപ്പിലുള്ള ആൾക്കാരെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുള്ള ആൾക്കാർ, അവർക്കൊരു പ്രോബ്ലം വരുമ്പോൾ നമ്മളെ വിളിക്കുക, നമ്മളെ ബുദ്ധിമുട്ടിക്കുക. ആ പ്രോബ്ലം അങ്ങോട്ടൊന്ന് സോൾവ് ആയി കഴിയുമ്പോൾ ഉണ്ടല്ലോ, പിന്നെ നമ്മളെ കണ്ടിട്ട് പോലും ഇല്ല, നമ്മൾ ആരാന്ന് പോലും അറിയത്തില്ല. ആ ടൈപ്പ് ആൾക്കാരുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരാണോ നിങ്ങളുടെ ആ ഫ്രണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കണം. അങ്ങനെയുള്ളവരാണെങ്കിൽ പതിയായതിലൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, നമുക്കത് വേണ്ട. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒതൻറ്റിസിറ്റി ചെക്ക്. അതായത് ഈ ഫേക്ക് ഫ്രണ്ട്ഷിപ്പാണ് ഉള്ളത് എങ്കിൽ ശരിക്കും നമ്മൾ കുറച്ച് മാസ്ക് ആയിട്ടാണെങ്കിലും നമ്മുടെ റിയൽ ഫേസ് കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് എന്ന് കാണിക്കുമ്പോൾ അവർ കുറച്ച് പിൻവലിഞ്ഞ് നിൽക്കും. വേണ്ട, അവർക്ക് ആ ഫ്രണ്ട്ഷിപ്പിൽ മുന്നോട്ട് പോകണം. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട് എന്ന് കരുതി നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരില്ലേ, നമ്മുടെ കയ്യിൽ ഇല്ല എന്നുള്ളത് അറിഞ്ഞു കഴിയുമ്പോൾ ഒരു മാറ്റമുണ്ട്. അങ്ങനത്തെ ഫ്രണ്ട്സിനെ നമുക്ക് വേണ്ട, അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് വേണ്ട. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. അവരെന്തിനാണ് ശരിക്കും നമ്മളുടെ ശരിക്കും നീ ആരാണോ, നിന്നെ ആ രീതിയിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. ഇല്ല എങ്കിൽ അവർ നിങ്ങളുടെ ട്രൂ ഫ്രണ്ട് അല്ല എന്നുള്ളതാണ് സത്യം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്രോത്ത് കോമ്പാറ്റിബിലിറ്റി. അതായത് നമ്മൾ വളരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമ്മുടെ സർക്കിളും അപ്ഡേറ്റ് ആകുന്നുണ്ടാവും. അപ്പോൾ ഈ ഫ്രണ്ട്സ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല ആൾക്കാർക്കും നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റുകയില്ല. അവർക്ക് ഒരു ജലസാണ് വരുന്നതെങ്കിൽ അവർക്ക് ജലസ് തെറ്റാണെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഓവറായിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും താക്കാൻ വേണ്ടിയിട്ട് സംസാരവും അതിന് വേണ്ടിയിട്ട് ഇവരങ്ങനെ ചെയ്തിട്ടല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും കിട്ടാനൊന്നും പോകത്തില്ലായിരുന്നു, എവിടെ കിടന്നതാ എന്നൊക്കെയുള്ള സംസാരങ്ങളാണെങ്കിൽ സൂക്ഷിക്കുക. ചെറിയ ജലസിയൊക്കെ എല്ലാവർക്കും വരും, അതിലൊന്നും വലിയ തെറ്റൊന്നുമില്ല. ഒരു കമ്പാരിസണും കാര്യങ്ങളൊക്കെ അതിലൊന്നും ഒരു തെറ്റുമില്ല. അല്ലാത്ത ആൾക്കാരെ നമ്മൾ സൂക്ഷിക്കണം. അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് ഫ്രണ്ട്ഷിപ്പിൽ വേണ്ട, അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് വേണ്ട എന്നുള്ളത് തന്നെയാണ്. നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന രീതിയിലുള്ള ഫ്രണ്ട്സാണ് നിങ്ങളുടെ കൂടെ ഉള്ളതെങ്കിൽ നമുക്ക് അവരെ വേണ്ട. ചെറിയ ജലസിയൊക്കെ എല്ലാവർക്കും വരും എന്നതാണ്, അതിൽ പ്രശ്നമില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിലൊന്ന് ചെക്ക് ചെയ്യുക. പക്ഷേ ഇതിൽ എനിക്ക് പറയാനുള്ളതെന്ന് പറയണത്, ശരിക്കും ആ ആളുടെ അടുത്ത് ആ ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്, അതിൽ നിങ്ങളൊരു ആനന്ദം കണ്ടെത്തുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എല്ലാം കൊണ്ടും എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഒരു ഫ്രണ്ട് നമ്മളെ കാണേണ്ടത്. എൻ്റെ ലൈഫിൽ എനിക്കുണ്ടായിരുന്ന ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് എപ്പോഴും പറയായിരുന്നു, ഈ കളർ നിനക്ക് മാച്ചാവത്തില്ല, ഈ കളർ നിനക്ക് മാച്ചാവത്തില്ല, ഇത് ഞാൻ ഇടുന്നതാണെന്നല്ല, ഇങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ അന്നൊക്കെ എനിക്കൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അവരെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന്. പക്ഷെ ഇപ്പോൾ എനിക്കത് റിയലൈസ് ചെയ്യുന്നുണ്ട് അവരെന്തുകൊണ്ടാണ് സംസാരിച്ചത് എന്നുള്ളത്. പല കാര്യങ്ങളും ഞാൻ എൻ്റെ ലൈഫിൽ ഇപ്പോൾ എൻ്റെ ഈ ഒരു ഏജിലാണെങ്കിൽ മനസ്സിലായി തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെ പല ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ടുള്ളതെന്ന് പറയുന്നത് ഒരുപാട് സംസാരിക്കാണ്ട്, ഓരോ ആൾക്കാർക്ക് ഓരോരോ കോൺസെപ്റ്റും ആയിരിക്കും. പക്ഷേ ഈ ഒരു എനർജി, ഈ ഒരു വൈബൊക്കെ നിങ്ങൾക്ക് സെറ്റ് ആകുന്നുണ്ടെന്നുള്ളത് ഈ പോയിന്റുകളിൽ നിങ്ങൾ നോക്കുക. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്?
നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ പറ്റിയിട്ടുള്ള ഒരു നല്ല ഓർമ്മ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക് യു ഓൾ മൈ ഫ്രണ്ട്സ്. എനിക്ക് അത് ഈ സമയത്ത് എനിക്ക് പറയണം, എല്ലാവരും നിങ്ങൾ പല സ്ഥലങ്ങളിലിരുന്ന് എന്നെ ഇത് കാണുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും എൻ്റെ ലൈഫിൽ ഒരുപാട് നല്ല ലെസൺസ് തന്നിട്ടുണ്ട്, ഒരുപാട് നല്ല മെമ്മറീസ് തന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും അതിൽ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷമുള്ള ഒരുപാട് മൊമെൻറ്റ്സ് ഇപ്പോഴും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് എനിക്ക് പറയാനാണ് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച് എൻ്റെ ലൈഫ് ഇത്രയും ഭംഗിയുള്ളതാക്കി തന്നതിന് താങ്ക് യു. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.